ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിത്യവഴുതനങ്ങ. പേര് പോലെ നിത്യവഴുതനങ്ങ 365 ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റും. അപ്പോൾ നിത്യവഴുതനങ്ങ ഇതാട്ടോ, ഇത് ഫ്ലവർ പൊഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പരുവത്തിലൊക്കെ നമുക്ക് കറി വയ്ക്കാൻ എടുക്കാം. ഇതിൻ്റെ വിത്ത് ഉണ്ടാവുന്നത് ഇതിൻ്റെ ഉള്ളിലാട്ടോ വിത്ത് ഉണ്ടാവുന്നത്. ഒരു 4 വിത്തൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പം നമുക്കിത് വിളവെടുക്കാം. ഈ പരുവത്തിൽ എടുത്താൽ നമ്മൾ മൊത്തത്തിൽ ഇതിനകത്തൊന്നും നമുക്ക് കളയാനില്ല. ഫുൾ അരിഞ്ഞ് നമ്മൾ കറി വയ്ക്കും കേട്ടോ. ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചവചവന്നിരിക്കും, കഴിക്കാൻ പറ്റത്തില്ല. ഇത് പറിക്കുമ്പോഴേ കുറച്ച് പശയൊക്കെ ഉണ്ടാവും, അതാരും ടെൻഷനൊന്നും ഇരിക്കേണ്ട. ഇത് ചെറിയ ഉപ്പ് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നിട്ട് കഴുകി വാരിയെടുത്താൽ പശയുടെ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഇവിടെ ഒരു കുഞ്ഞ് കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്, കണ്ട. അപ്പം നമ്മുടെ നിത്യവഴുതനങ്ങയൊക്കെ വിളവെടുത്തിട്ടുണ്ട്. ഇത് നിത്യവഴുതനയുടെ വിത്താട്ടാ, ഒരെണ്ണം അങ്ങനെ പൊളിഞ്ഞ് പോകുന്നതാണ്. ഞാൻ നിങ്ങളെ പറിക്കാൻ വേണ്ടി ഇത് മൂത്തിട്ടില്ല, മൂപ്പ് കുറവാണ്, എന്നാലും കാണിച്ചു. നമുക്ക് വിത്ത് ഉണ്ടാവുന്നത് ഇവിടെയാണ്. ഇതിപ്പോൾ വൈറ്റ് കളറാണ്, കണ്ടാ. ഇത് നല്ല ബ്ലാക്ക് കളറിലേക്ക് വരും, അതാണ് ഇതിൻ്റെ വിത്ത്. ഒരെണ്ണത്തിൽ 4 വിത്തൊക്കെയാണ് ഉണ്ടാവുക. അപ്പം നമ്മളത് വലിയ കഷ്ടപ്പാടൊന്നുമുള്ള കൃഷിയല്ല നിത്യവഴുതനങ്ങ. ഒത്തിരി വിറ്റാമിൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ദിവസം ഒരു ചെറിയ തോരനുള്ളത് എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നട്ടു വളർത്തുക.